എന്റർടൈൻമെന്റ് സോൺ വിശേഷങ്ങൾ അവിടേക്ക് പോകാം. നിങ്ങൾ ആരെങ്കിലേ പാമ്പ് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഈ പാമ്പ് ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഡ്രാഗൺ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഇല്ലേ, ഇപ്പൊ കുറെ ഉണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് ചൈനീസിന്റെ ഈ ഡ്രാഗൺ റെസ്റ്റോറന്റിൽ കയറിയ സമയത്ത് അവർ സ്പെഷ്യൽ ഐറ്റം മറ്റേ ഭയങ്കര ഇംഗ്ലീഷിലൊക്കെ അവർ വന്നിട്ട് പറയണത്. അപ്പോൾ ചിക്കൻ ഡ്രാഗൺ ആ ഒരു സാധനം, ഡ്രാഗൺ ചിക്കൻ ആ സാധനം ഉണ്ടെന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കുറെ നാളുകൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. അപ്പം ഞാൻ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങ് ഭയങ്കര ആദ്യം ഡ്രാഗൺ, ഇനി അതുപോലെ പാമ്പ് പോലെ എന്തെങ്കിലും ഒരു സാധനം ചിക്കനും കൂടെ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചിക്കനെ സ്വീറ്റൊക്കെ നട്ട്സ് ഒക്കെ ഇട്ട് വേറെ ഒരു രസമാണ് അത് കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈശ്വര ഡ്രാഗൺ. പക്ഷേ ഈ പാമ്പ് ബിരിയാണിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അയ്യേന്ന് കാക്കിയില്ലേ, ചൈനയിലൊക്കെ പാമ്പിനെ കഴിക്കുമല്ലോ, ഇഷ്ടംപോലെ ബിരിയാണിയൊക്കെ കഴിക്കുമെന്ന് അറിഞ്ഞൂടാ. അല്ലാതെ അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോ ഈ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഈ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു കൂടിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നല്ല ഇഷ്ടമുള്ള പാമ്പ്. അപ്പൊ ഇങ്ങനെ ഒരു സെലക്ട് ചെയ്യുക ആൾക്കാർ, ഇങ്ങനെ എടുക്കുക, അതിനെ ഒരു കമ്പിയിൽ ഇങ്ങനെ 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 കുരിച്ചു കൊടുത്ത് വെക്കുക, എന്നിട്ട് അങ്ങോട്ട് തന്തൂരി പോലെ ഫ്രൈ ചെയ്യുക, എടുക്കുക. ആൾക്കാരൊക്കെ ഇങ്ങനെ കുരുമുളക് ഇട്ടിട്ട് അവിടെ നിന്ന് കടിച്ച് കഴിക്കുന്നതാണ്. ബാങ്കോക്കിലൊക്കെ ഉണ്ട് പുഴു, പണ്ടൊക്കെ ഇങ്ങനെ പച്ചക്കുതിരയൊക്കെ അല്ലേ. എടാ ഞങ്ങളെ നാട്ടിൽ ഈ തോടുണ്ടാവില്ല, ഈ തോട്ടിൽ കൂടെ ഒരു മുഴുമഞ്ഞൾ എന്ന് പറഞ്ഞൊരു സാധനം പോകും. നീർക്കോലല്ല, അതൊരു മീനാ മുഴുമഞ്ഞൾ എന്ന് പറയുന്നത്. എങ്ങനെ നീളമുള്ള ഒരു മഞ്ഞ കളർ പാമ്പിനെ പോലെ. നമ്മളിവിടെ ചേരാന്നൊക്കെ പറയും പോലെ നല്ല കൊമ്പിന് നല്ല നീളമുണ്ട്. കൊമ്പിന് നീളമൊന്നുമില്ല. ഇതൊരു ഒരു തോട്ടിൽ മാത്രം കിട്ടുന്ന, ഒരു നെല്ലിയാടിയിൽ മാത്രം കിട്ടുന്ന ഒരു തരം മീനാണെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ ശരിക്കും വേറെ ഒന്നല്ല. അല്ല, ദിലീപേട്ടൻ പറയും ഞങ്ങളെ നാട്ടിലെ കല്യാണത്തിനൊക്കെ എല്ലാവരും, അതായത് ഭൂപടത്തിൽ പോലും ഞങ്ങളെ ഒരു എന്താ പറയാ, അവിടെ നെല്ലിയാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സ്ഥലമില്ല. അത്രയും ഒരു അതിന്റെ ഒരു എൻഡാണ്, ഒരു രാജ്യത്തിന്റെ ഒരു എൻഡാണ് നെല്ലിയാടി തന്നെ, കാരണം ഭാഷയും ഒക്കെ. പക്ഷെ ഇതല്ല, ഈ മുഴുമഞ്ഞൾ എന്ന് പറയുന്ന സാധനം ഒരു മീനാണ്. പക്ഷെ ഇത് ശരിക്കും കാണാൻ പാമ്പിനെ പോലെയാ. എന്നിട്ട് അതിനെ നമ്മൾ മീനാക്കിയിട്ട് ഞാനെല്ലാം പൊരിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും നീളമുള്ള മീൻ നമ്മൾ കഴിക്കില്ല, അതേ ടേസ്റ്റ്. ഒരു കാര്യം ചെയ്യാം, നാടൻ പാട്ടും പാമ്പൂടെ വന്നപ്പോ ആടാട് പാമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടം കലാഭവൻ പാടിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടം മണിച്ചേട്ടന്റെ നാടൻ പാട്ട്. വേറെ ഇനി എന്തൊക്കെ നമ്മൾ എത്ര സിനിമ പാട്ട് പാടിയാലും നാടൻ പാട്ടല്ല, ഏത് അങ്ങനല്ല, നമുക്ക് പാടുമ്പോഴേ ഒരു അദ്ദേഹത്തിന്റെ പാട്ടുണ്ട്, അത് മറ്റേ എന്താണ്, മിന്നാ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ. അത് ഞാൻ ഒരു ഷോയ്ക്ക് ഒരു 10-15 ദിവസം ഗൾഫ് ഷോ US ഷോയ്ക്ക് മനുഷ്യൻ്റെ കൂടെ. ഓഹ് എന്താ പാട്ട്, നമുക്ക് ഫീൽ ചെയ്യും. ഓടപ്പഴം പോലെ അച്ഛനെ പറ്റിയിട്ട് എഴുതിയിരിക്കുന്ന ഈ പാട്ടും അച്ഛനെ ഓർത്ത് എഴുതിയതാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ലൈഫുമായിട്ട് ഞാൻ കറിയാം സത്യം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു കലാമണി ചേട്ടൻ നല്ലൊരു നാടൻ പാട്ട് ഈ പാട്ട് നമുക്ക് കലാമണി ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യാം. നമ്മളെല്ലാരും കൂടെ ആടുപാമ്പ് നമുക്ക് ആടി അങ്ങ് പാടാം. എല്ലാ പാമ്പുകൾക്കും വീട്ടിലുള്ള എല്ലാ ആൺപാമ്പുകൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അയ്യോ, അപ്പൊ കലാമണി ചേട്ടൻ കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വളരെ നല്ലൊരു നാടൻ പാട്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ നന്നായിട്ട് നാടൻ പാട്ട് പാടുന്ന ചേച്ചി, നാടൻ പാട്ട് അത് തുടങ്ങുക, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് എഴുതി തരണം. അല്ല, എനിക്കും അറിയില്ല, നമുക്ക് നോക്കി പാടാം എല്ലാവർക്കും. ശരി ശരി, ഓക്കെ പാടാം. Bambe,
പള്ളിവാള് കയ്യിലെടുത്തിട്ടാടാട് പാമ്പേ പള്ളിവാള് കയ്യിലെടുത്തിട്ടാടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ കാവിലിളം പാമ്പേ പാലച്ചോട്ടിൽ വന്നിട്ടങ്ങ് ആടാട് പാമ്പേ പാലച്ചോട്ടിൽ